ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ താറാവ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ എപ്പോഴും താറാവ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പണി കിട്ടാറുള്ളതാണ്. എപ്പോഴും പൂടയായിരിക്കും ഉണ്ടാകുന്ന നിറയെ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തും കൂടെ വാങ്ങിക്കുമ്പോൾ ആ പൂടയൊക്കെ പറിച്ചെടുത്ത് വൃത്തിയാക്കി കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ അങ്ങനെ മുഴുവനായിട്ടാണ് താറാവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ തീയിലൊക്കെ കാണിച്ച് അത് കരിയിച്ചെടുത്തിട്ട് നമുക്കത് പൂട വൃത്തിയാക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സവാളയും കുറച്ച് അധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് തിരുമ്മി കുറച്ച് വെള്ളം കൂടെ തെളിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ബാലൻസ് ഉള്ളതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഫ്രഷായി പൊടിച്ചെടുത്താണ് കേട്ടോ ഇതിലേക്കായിട്ട് മാത്രം. ഇപ്പോൾ പച്ചയ്ക്കാണ് കേട്ടോ പൊടിച്ചത്, വറുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ താറാവൊക്കെ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വേവിക്കുമ്പോൾ ഇടാനായിട്ട് മറന്നുപോയേ. അപ്പോൾ ദൈവം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കറിയിൽ. എന്നിട്ട് നമ്മൾ ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. കറി സെറ്റായേ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടന് പോവാൻ സമയമായതും അടുപ്പൊന്നും ഓഫാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ചോറും എടുത്ത് കറിയും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ താറാവ് കറിയിൽ ഇതാണ് ബെസ്റ്റ് താറാവ് കറി എന്നാണ് കേട്ടോ പറഞ്ഞത്. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ വളരെ സന്തോഷം തോന്നിയൊരു ദിവസമാണ് കേട്ടോ അന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും